ഹായ് ഗൈസ്, ഈ വീഡിയോയിൽ നമുക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എല്ലാത്തിൻ്റെയും ഒരു ഓവർവ്യൂ തന്നു. ഈ വീഡിയോയിൽ നമുക്ക് മാത്തമാറ്റിക്കലെല്ലാം ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ കുറച്ചുകൂടെ റിഗ്രസ് ആയിട്ട് നോക്കാം. ഇത്രയാണ് ഈ മൊഡ്യൂളിൽ ഉള്ളത്. 3 മെയിൻ ഹെഡിങ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഏതൊരു സിഗ്നൽ കിട്ടിയാലും അതിനെ വളരെ എലിമെൻ്ററി ആയിട്ടുള്ള കുറച്ച് സിഗ്നൽസിൻ്റെ ടേംസിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ എലിമെൻ്ററി സിഗ്നൽസിനെ കുറിച്ച് പഠിക്കുന്നത്. പിന്നെ ഈ സിഗ്നൽസിൽ കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടൈം സ്കെയിലിംഗ്, ടൈം ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് സിഗ്നൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക, പിടിച്ച് വലിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മൾ സിസ്റ്റത്തിലേക്ക് വരികയാണ്. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഓരോ സിസ്റ്റത്തിന്. അത് വെച്ചിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒരു സിസ്റ്റത്തിന് മെമ്മറി ഉണ്ടോ, അതോ ആ സിസ്റ്റം ലീനിയർ ആണോ, ടൈം മാറുന്നതനുസരിച്ച് ആ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടിൽ വല്ല മാറ്റമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതിലാണ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് അടിയിൽ വരുന്നത്. ഈ മൂന്ന് കോൺസെപ്റ്റുകളും നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനും കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനും രണ്ട്, ഡിസ്ക്രീറ്റ് കേസിലും കണ്ടിന്യൂസ് കേസിലും രണ്ട് നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബേസിക് സിഗ്നൽസിലേക്ക് കിടക്കാം. എലിമെൻ്ററി സിഗ്നൽസ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ -∞ to 0 വരെയുള്ള വാല്യൂസിൽ അതിൻ്റെ വാല്യൂ വന്നിട്ട് 0 ആയിരിക്കും. 1 to ∞ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇത് അതിൻ്റെ കണ്ടിന്യൂസ് കേസാണ്. ഇനി അതിൻ്റെ ഡിസ്ക്രീറ്റ് കേസ് നോക്കാം. ഡിസ്ക്രീറ്റ് കേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ സെയിം തന്നെയാണ്. 1 to ∞ വരെയുള്ള സ്റ്റേറ്റിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. -∞ to 0 അതിൻ്റെ വാല്യൂ 0. ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇനി വേറൊരു എലിമെൻ്ററി സിഗ്നൽ എന്ന് പറയുന്നത് യൂണിറ്റ് ഇമ്പൾസ് ആണ്. എന്താണ് യൂണിറ്റ് ഇമ്പൾസ് എന്ന് നോക്കാം. യൂണിറ്റ് ഇമ്പൾസ് എന്ന് വെച്ചാൽ അതിന് 0യിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. 0യിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. ബാക്കി ഒരു റിയൽ നമ്പറിലും അതിന് സിഗ്നൽ ഇല്ല. അതിൻ്റെ ഡിസ്ക്രീറ്റ് കേസ് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് കേസിന് സിമിലർ ആണ്. 0യിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. ഇതാണ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. ഇനി അടുത്ത വരുന്ന യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ ആണ്. യൂണിറ്റ് റാമ്പ് എന്ന് വെച്ചാൽ y = x എന്നുള്ളതിൻ്റെ ഗ്രാഫ് പോലെ, പക്ഷെ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യൂണിറ്റ് റാമ്പ് എന്ന് പറയുമ്പോൾ ഫോർ x > 0 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ നമ്പറിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് വിത്ത് സ്ലോപ്പ് 1. അപ്പോൾ y = x എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആണ്. ഫോർ -∞ to 0 വരെയുള്ള വാല്യൂസിൽ അതിൻ്റെ സിഗ്നലിൻ്റെ വാല്യൂ 0. ഇതാണ് യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ. ഇത് വന്നിട്ട് കണ്ടിന്യൂസ് കേസാണ്, കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസ്. അതേസമയം ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആകുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇത് നമുക്ക് ജോയിൻ ചെയ്താൽ അതിൻ്റെ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഈ കേസ് നമ്മൾ എടുത്തിട്ട് ഇതിലുള്ള ഇൻറ്റിജർ വാല്യൂസ്, അതായത് x = 1, x = 2, x = 3 മാത്രം എടുത്താൽ എന്ത് കിട്ടും, എന്ത് വാല്യൂസ് കിട്ടും, അതാണ് അതിൻ്റെ ഡിസ്ക്രീറ്റ് ടൈം കേസ്. അപ്പോൾ ബേസിക്കലി ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 എലിമെൻ്ററി സിഗ്നൽസ് ആണിത്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ, യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം സിഗ്നൽസിൻ്റെ. അതിൽ ഫസ്റ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ടൈം ഷിഫ്റ്റിംഗ്. ടൈം ഷിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു സിഗ്നലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമിൽ ഷിഫ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനെ u(t) എന്ന് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ u(t) നമ്മൾ പ്ലോട്ട് ചെയ്താൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്.
0 for minus infinity to 0, 1 for 0 to infinity. ഇതാണ് യു ഓഫ് ടി എന്ന് പറയുന്ന ഗ്രാഫ്. നമ്മളിനി യു ഓഫ് ടി മൈനസ് 3 എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. യു ഓഫ് ടി മൈനസ് 3 എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് കുറച്ച് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ ഈ വാല്യൂ 3 ആയിരിക്കും. ഇതെങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇപ്പോൾ ഈ യു ഓഫ് എന്ന് പറയുന്നിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ആ എൻറ്റയർ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അത് 0 ആവുമ്പോഴാണ് ഇതിൻ്റെ വാല്യൂ 0യിൽ നിന്ന് 1ലേക്ക് പോകുന്നത്. അപ്പോൾ യു ഓഫ് ടി എന്ന് പറയുമ്പോൾ ഈ എൻറ്റയർ ക്വാണ്ടിറ്റി എപ്പോഴാണ് 0 ആവുന്നത്? യു ഓഫ് 0 ആവുമ്പോൾ, അതായത് എക്സിൽ 0 ആവുമ്പോൾ. അപ്പോൾ 0യിൽ നിന്ന് 1ലേക്ക് ആ ജമ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് യു ഓഫ് ടി മൈനസ് 3 ആണ്. അപ്പോൾ ഈ ടി മൈനസ് 3 എന്ന് പറയുന്ന എൻറ്റയർ ക്വാണ്ടിറ്റി എപ്പോഴാണ് 0 ആവുന്നത്? ആ പോയിന്റിലാണ് ഈ ജമ്പ് വരുന്നത് 0യിൽ നിന്ന് 1ലേക്ക്. ഈ ടി മൈനസ് 3 എന്ന് പറയുന്ന എൻറ്റയർ ക്വാണ്ടിറ്റി 0 ആവുന്നത് ടി ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റിലാണ്. അതുകൊണ്ടാണ് ഇത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആയത്. ഇനി അതേസമയം യു ഓഫ് ടി പ്ലസ് 3 ആയിരുന്നെങ്കിൽ ഇതേ ഗ്രാഫ് വന്നിട്ട് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആയേനെ. അതായത് മൈനസ് 3യിൽ വെച്ചിട്ട് ആ ജമ്പ് വന്നേനെ. അല്ലെങ്കിൽ ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് 3 യൂണിറ്റ്സ് ലെഫ്റ്റിലേക്ക് പോയേനെ. ഇതുപോലെ. ഇതാണ് ടൈം ഷിഫ്റ്റിംഗ്. നമുക്ക് സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അപ്പോൾ ജനറലി പറയുവാണെങ്കിൽ ഇപ്പോൾ യു ഓഫ് ടി മൈനസ് ടോ എന്നാണ് ഒരു സിഗ്നൽ എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സ് ഓഫ് ടി മൈനസ് ടോ എന്നാണ് ഒരു സിഗ്നൽ എങ്കിൽ, ഈ ടോ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരു കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒരു ഡിലേ ഉണ്ടാവും. ഡിലേ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ വരേണ്ട സിഗ്നൽ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇപ്പോൾ 0 ടൈമിൽ വരേണ്ട സിഗ്നൽ ഒരു ടോ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒരു ഡിലേ ഉണ്ടാവും. അതേസമയം ഇപ്പോൾ ടോ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ലെസ് ദാൻ 0 ആണെങ്കിൽ ഒരു അഡ്വാൻസ് ഉണ്ടാവും. അഡ്വാൻസ് എന്ന് വെച്ചാൽ 0യിൽ വരേണ്ട സിഗ്നൽ കുറച്ച് നേരത്തെ വരും, ടോ സെക്കൻഡ്സ് നേരത്തെ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലോജിക് എന്ന് പറയുന്നത് അകത്തുള്ള ക്വാണ്ടിറ്റി മൊത്തം 0 ആകുമ്പോഴാണ് ആ മറ്റേ പോയിന്റിലുള്ള ഒറിജിനൽ സിഗ്നലിൽ 0യിൽ വരുന്ന വാല്യൂ എത്രയാണോ അത് വരുന്നതെന്ന് വെച്ചിട്ട് ആ ഒരു ഇൻറ്റ്യൂഷൻ വെച്ച് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈം സ്കെയിലിംഗ് ആണ്. എന്താണ് ഈ ടൈം സ്കെയിലിംഗ്? നമുക്കിപ്പോൾ ഒരു റാൻഡം ആയിട്ടൊരു സിഗ്നൽ എടുക്കാം. ഒരു ട്രയാങ്കുലർ സിഗ്നൽ കൺസിഡർ ചെയ്യാം. അത് മൈനസ് 2ലും അതിൻ്റെ 2 എൻസ് ഉള്ളത്. ഈ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇത് എക്സ് ഓഫ് ടി ആണെന്ന് വിചാരിക്കുക. ടൈം സ്കെയിലിംഗ് എന്ന് വെച്ചാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ അതിനകത്തുള്ള ടി എന്ന് പറയുന്ന വേരിയബിളിന് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് ഓഫ് ടി ഇതാണെങ്കിൽ എക്സ് ഓഫ് എ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് കണ്ടുപിടിക്കാനാണ് ഈ ടൈം സ്കെയിലിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സിഗ്നൽ തന്നു, എനിക്ക് എക്സ് ഓഫ് 2t കണ്ടുപിടിക്കണം. അപ്പോൾ ആ സിഗ്നലിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞു ആ ടി മൈനസ് ടോ എന്നുള്ള ആ ഫുൾ ക്വാണ്ടിറ്റി എപ്പോഴാണ് 0 ആവുന്നത്, ആ കേസിലാണ് 0ൻ്റെ വാല്യൂ വരുന്നത്. അതുപോലെ ഈ കേസിൽ ഈ 2 എന്ന് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ -2 എന്ന് വരുന്നത്, ഈ സിഗ്നലിൻ്റെ വാല്യൂ 0 ആവുന്നത് ഈ ടി -2 എന്ന് വരുന്ന പോയിന്റിലാണ്. അതായത് 2 സെക്കൻഡ് പുറകിലാണ്. ഇപ്പോൾ ഈ ആക്സസിൽ ടൈമാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ വരുന്ന ടി എക്സ് ഓഫ് -2 എന്ന് പറയുന്നതാണ് 0 ആവുന്ന പോയിന്റ്. അതുപോലെ എക്സ് ഓഫ് 2t എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ഓഫ് ടി 0 ആവുന്നത് ഈ ടി എന്ന് പറയുന്ന വാല്യൂ -2 ആവുമ്പോഴാണല്ലോ. അതുപോലെ തന്നെ അപ്പോൾ എക്സ് ഓഫ് 2t എന്ന് പറയുന്നത് 0 ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എക്സ് ഓഫ് 2t 0 ആവുന്ന, എക്സ് ഓഫ് 2t എന്ന് പറയുന്ന സിഗ്നൽ 0 ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ 2t = -2 ആവുമ്പോഴാണ്.
അതായത് ഇവിടെ ഈ സിഗ്നൽ എക്സ് ഓഫ് ടി ആയിരുന്നു, ഈ ടി -2 ആവുമ്പോൾ ഇത് 0 ആയി. അപ്പോൾ അതായത് ഈ ബ്രാക്കറ്റിനകത്തുള്ള ഹോൾ ക്വാണ്ടിറ്റി 0, ഈ 0 ആവുന്ന പോയിന്റിലുള്ള നമ്പർ എത്രയാണ്? -2. അപ്പോൾ ഈ -2 എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിനകത്തുള്ള ഹോൾ ക്വാണ്ടിറ്റി ആവണം. നമ്മൾ മറ്റേ ഷിഫ്റ്റിംഗ് പറഞ്ഞപ്പോൾ ഇപ്പോൾ ടി -2 എന്നുള്ള ക്വാണ്ടിറ്റി വന്നിട്ട് ആ 0ൻ്റെ പോയിന്റിൽ എത്തുമ്പോഴാണ് ആ 0യിലുണ്ടായിരുന്ന വാല്യൂ സിഗ്നലിൻ്റെ വാല്യൂ ആവുന്നത്. അതുപോലെ ഇവിടെ ഈ ബ്രാക്കറ്റിനകത്തുള്ള ഹോൾ ക്വാണ്ടിറ്റി ഈക്വൽ ടു ഏത് നമ്പറാണോ അതാവുമ്പോൾ ആ സിഗ്നലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ 2t -2 ആണെങ്കിൽ ടി എന്ന് പറയുന്നത് -1 ആവും. അപ്പോൾ നമ്മൾ ആ സിഗ്നൽ വരയ്ക്കാൻ നോക്കുമ്പോൾ -1 ആ സിഗ്നൽ 0 ആവും. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ കുറച്ച് മെലിഞ്ഞിട്ടുണ്ടാവും, ആംപ്ലിറ്റ്യൂഡിന് വ്യത്യാസമൊന്നുമില്ല. ഇതാണ് ടൈം സ്കെയിലിംഗ്. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടി പറയാനുള്ളത് ടൈം റിവേഴ്സൽ ആണ്. ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ഓഫ് ടി എന്ന് പറയുന്നത് ഈ സിഗ്നലാണ്, യു ഓഫ് -t എന്ന് പറയുന്നത് അതിൻ്റെ റിവേഴ്സ് ചെയ്ത സിഗ്നലായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ y ആക്സിസിൽ വെച്ചിട്ട് അതിനെ മിറർ ചെയ്യുന്ന പോലത്തെ സിഗ്നലായിരിക്കും. കാരണം ഇവിടെ യു ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂ ഇപ്പോൾ ടി 1 to ∞ ഏത് വാല്യൂ കൊടുത്താലും അത് 1 ആണ് വരുന്നത്. അപ്പോൾ ഈ സിഗ്നലിൽ 1 to ∞ ഏത് വാല്യൂ കൊടുത്താലും അത് ഇപ്പോൾ യു ഓഫ് 1 എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചല്ലോ, യു ഓഫ് 1 എന്ന് കൊടുക്കുമ്പോൾ ആക്ച്വലി യു ഓഫ് ടിയിൽ വരുന്നത് 1 ആണ്. പക്ഷേ ഇതിൽ ഈ ഇക്വേഷനിൽ യു ഓഫ് -t എന്നുള്ള ഇതിൽ നമ്മൾ 1 ഇട്ട് കൊടുക്കുമ്പോൾ യു ഓഫ് -1 ആണ് വരുന്നത്. യു ഓഫ് -1 എന്ന് പറയുന്നത് 0 അല്ലേ, അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിൽ 0 ആയിരിക്കും. ഈ ടീൻ്റെ വാല്യൂ വരുന്നത് 1 ആണെങ്കിൽ, അതായത് ഇവിടെ ആ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ആ സിഗ്നലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് യു ഓഫ് -1 ആയിരിക്കും, അത് 0 ആയാൽ. യു ഓഫ് -1 എന്ന് പറയുന്നത് 0 ആണല്ലോ. അതേസമയം -1 എന്നുള്ള പോയിന്റിൽ ഈ സിഗ്നലിൻ്റെ വാല്യൂ നോക്കുമ്പോൾ നമ്മൾ -1 ആവുന്നത്, അപ്പോൾ യു ഓഫ് 1 ആയി. യു ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ അത് ഇവിടെ വരും. അത് അങ്ങനെ ഈ സിഗ്നൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്തതുപോലെ വരും, അത് ഏത് സിഗ്നലാണെങ്കിലും. ഇതാണ് ടൈം റിവേഴ്സൽ. ഇനി നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. ഇത് ആക്ച്വലി ഒരു പേജിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇപ്പോൾ 2 സിഗ്നൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അഡീഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ഓഫ് ടിയും പ്ലസ് യു ഓഫ് ടി ആഡ് ചെയ്തു എന്ന് വിചാരിച്ചു. ഒരു എക്സാമ്പിൾ പറയുക, ഇതാണ് യു ഓഫ് ടി, ഇതാണ് യു ഓഫ് ടി. ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്താൽ കിട്ടുന്നത് ഇപ്പോൾ -∞ to 0 എന്ന് പറയുന്നത് 0 ആണ്, അപ്പോൾ 0 + 0. അപ്പോൾ ഇവിടെ -∞ to 0 0 തന്നെയായിരിക്കും. അതേസമയം 0 to ∞ എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ ഇവിടെ 1 + 1 അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2 ആയിരിക്കും. അതുപോലെ ഏത് 2 സിഗ്നൽ കിട്ടിയാലും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 0 to 1 1 ആണെന്ന് വിചാരിക്കുക, വേറൊരു സിഗ്നലിൽ 0 to 2 1 ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് 0 to 1 1 ഉണ്ട്, ഇവിടെയും 0 to 1 1 ഉണ്ട്, അപ്പോൾ 0 to 1 1 + 1 2 ആയിരിക്കും. അതിനുശേഷം 1 to 2 എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്, 1 to 2 ഇവിടെ 1 ആണ്, അപ്പോൾ 0 + 1 1, അപ്പോൾ ഇവിടെ 2 ആയിരിക്കും, ഇത് 1 ആയിരിക്കും. ഇതുപോലെ നമുക്ക് ഏത് 2 സിഗ്നൽസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതാണ് സിഗ്നൽ അഡീഷൻ. ഇനി വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആംപ്ലിറ്റ്യൂഡ്സ് നമുക്ക് ആഡ് ചെയ്യാം, ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യാം. ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സൈൻ വേവ് ഉണ്ടെന്ന് വിചാരിക്കാം, അത് -∞ to ∞ ഇതുപോലെ വേരി ചെയ്യുന്നുണ്ട്, 1നും -1നും ഇടയ്ക്ക്. പിന്നെ നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, ഇത് 1 to ∞ മാത്രമേ 1 ഉള്ളൂ ഇതിൻ്റെ വാല്യൂ, <0 അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം നമ്മൾ ഇത് എക്സ് ഓഫ് ടി എന്നും ഇത് യു ഓഫ് ടി എന്നും ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ y ഓഫ് ടി എന്ന് പറയുന്ന പുതിയൊരു സിഗ്നൽ കണ്ടുപിടിക്കണം, വിച്ച് ഇസ് ഈക്വൽ ടു യു ഓഫ് ടി ടൈംസ് എക്സ് ഓഫ് ടി. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ
-∞ to 0 ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നുണ്ട് -1നും 1നും ഇടയിൽ. പക്ഷേ യു ഓഫ് ടീൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ -∞ to 0 ഈ y ഓഫ് ടീൻ്റെയും ആംപ്ലിറ്റ്യൂഡ് 0 ആയിരിക്കും. അതേസമയം 0 to ∞ എന്ന് പറയുന്നത് 1 ആണ് യു ഓഫ് ടീൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഇൻറ്റു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് തന്നെയാണ് 1 തന്നെയാണ്. അപ്പോൾ ഈ y ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ നോക്കിയാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. അതിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമുക്ക് ഏത് സിഗ്നൽസ് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത് വരുന്ന ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ആണ്. ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിഗ്നൽ നമ്മൾ വലുതാക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആംപ്ലിഫൈ ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു പ്രോസസ്സിന് അനലോഗസ് ആയിട്ടാണ്. ഇപ്പോൾ യു ഓഫ് ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. അതേസമയം 2 യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആ ഫുൾ സിഗ്നലിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -∞ to 0 0 0 into 2 സ്റ്റിൽ 0. ബട്ട് 0 to ∞ എന്ന് പറയുന്നത് 1 അല്ലേ. 1 നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2 ആവും. സിഗ്നൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചു. അത് എന്തൊക്കെയാണെന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ടൈം ഷിഫ്റ്റിംഗ് പഠിച്ചു. അതായത് ഒരു സിഗ്നലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക. ഇപ്പോൾ എക്സ് ഓഫ് ടി തന്നിട്ട് എക്സ് ഓഫ് ടി -2 അല്ലെങ്കിൽ ഇപ്പോൾ എക്സ് ഓഫ് ടി +3 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് പഠിച്ചു. ടൈം സ്കെയിലിംഗ് പഠിച്ചു. ടൈം സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് ഓഫ് ടി തന്നാൽ എക്സ് ഓഫ് 2t അല്ലെങ്കിൽ എക്സ് ഓഫ് 3t എങ്ങനെ കണ്ടുപിടിക്കാം. അതും നമ്മൾ ഈ ടൈം ഷിഫ്റ്റിംഗ് പറഞ്ഞ അതേ പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ ടൈം സ്കെയിലിംഗ് പഠിച്ചു. പിന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈം റിവേഴ്സൽ ആയിരുന്നു. ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിറർ ഇമേജ് കാണുന്ന പോലെ നമുക്ക് ആ സിഗ്നലിൻ്റെ ഒരു മിറർ ഇമേജ്, ഒരു ഫ്ലിപ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ കിട്ടും. പിന്നെ ആംപ്ലിറ്റ്യൂഡ് വെച്ചിട്ടുള്ള 3 പ്രോപ്പർട്ടി പഠിച്ചു. അതായത് ആംപ്ലിറ്റ്യൂഡ് അഡിഷൻ, 2 സിഗ്നൽസ് നമ്മളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലിക്കേഷൻ, 2 സിഗ്നൽസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്, അതായത് ഇപ്പോൾ നമ്മൾ എക്സ് ഓഫ് ടി തന്നാൽ 2 into എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ട്വൈസ് ദി എമൗണ്ട് ആവുന്ന സിഗ്നൽ. ഇത്രയാണ് സിഗ്നൽസിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനിയിപ്പോൾ നമുക്ക് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് കിടക്കാം. സിസ്റ്റത്തിന് ഒരു 5 പ്രോപ്പർട്ടി ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റംസ് ആണ്. എന്താണ് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഔട്ട്പുട്ട് പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഇപ്പോൾ എക്സ് ഓഫ് ടി എന്നുള്ള സിഗ്നൽ ഞാനൊരു സിസ്റ്റത്തിലൂടെ കടത്തി വിട്ടു. അപ്പോൾ എനിക്ക് y ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോക്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ പോലെയാണ്. നമ്മൾ റിയൽ നമ്പേഴ്സിന് ഫംഗ്ഷൻ എന്ന് പറയുന്ന പോലെയാണ് ഒരു സിസ്റ്റം. ഒരു സിഗ്നലിനെ പ്രോസസ്സ് ചെയ്തിട്ട് വേറൊരു സിഗ്നൽ തരുന്നു. സ്റ്റാറ്റിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ y ഓഫ് ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ടി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇൻപുട്ട് സിഗ്നൽ എന്താണോ അതിനെ മാത്രമേ ഈ y ഓഫ് ടി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ y ഓഫ് ടി നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് എഴുതുവാണെങ്കിൽ ഇപ്പോൾ 2 into എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് സിസ്റ്റമാണ്. അതായത് ഈ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂ മാത്രമേ അത് നോക്കുന്നുള്ളൂ. ഇപ്പോൾ എക്സ് ഓഫ് ടി = 0 എന്ന് പറയുന്ന പോയിന്റിലുള്ള വാല്യൂ ആണെങ്കിൽ അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് 2 into എക്സ് ഓഫ് 0 എന്നായിരിക്കും. അപ്പോൾ y ഓഫ് 0 എന്ന് പറയുന്നത് ഈ 0യിലുള്ള എക്സിൻ്റെ ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതേസമയം ഈ സിസ്റ്റം സ്റ്റാറ്റിക് അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ y ഓഫ് ടി = 2 into എക്സ് ഓഫ് ടി -3 എന്നാണെങ്കിൽ ഇപ്പോൾ 0യിലുള്ള ഇൻസ്റ്റൻറ്റിലുള്ള സിഗ്നലിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്താൽ എക്സ് ഓഫ് -3 എന്നാണ് വരിക. അപ്പോൾ y ഓഫ് 0 3 സെക്കൻഡ് മുമ്പുള്ള വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ഡൈനാമിക് സിസ്റ്റം. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് സിസ്റ്റം മെമ്മറി ലെസ് എന്നും ഡൈനാമിക് സിസ്റ്റം ഹാസ് മെമ്മറി എന്നും പറയും. കാരണം ഇതിൽ മെമ്മറി ഉണ്ട്. കാരണം 3 സെക്കൻഡ് മുമ്പുള്ള സ്റ്റേറ്റ് ഈ മൊമെൻറ്റിൽ ഇത് ഓർത്തിരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റങ്ങളുടെ. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കോസൽ ആൻഡ് നോൺ കോസൽ.
എന്താണ് ഒരു കോസൽ അല്ലെങ്കിൽ എന്താണ് ഒരു നോൺ കോസൽ സിസ്റ്റം? ഇത് ആക്ച്വലി ഈ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റത്തിന് വളരെ സിമിലർ ആണ്. കോസൽ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രസന്റ് ഇൻപുട്ട് ആൻഡ് ഓൾ ദി ഇൻപുട്ട് ബിഫോർ ഇറ്റ്. അതായത് ഇപ്പോൾ എക്സ് ഓഫ് 0 അല്ലെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ഒരു സിസ്റ്റത്തിലേക്ക് കടത്തി വിട്ടു. എന്നിട്ട് നമുക്ക് ഒരു വൈ ഓഫ് ടി എന്ന് പറയുന്ന ഒരു പുതിയൊരു ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടി. ഈ വൈ ഓഫ് ടി എന്ന് പറയുന്നത് എന്താ, ഈ എക്സ് ഓഫ് ടീൻ്റെ പാസ്റ്റ് ഇൻപുട്സിനെയും ഇപ്പോഴത്തെ ഇൻപുട്ടിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഇപ്പോൾ എക്സ് ഓഫ് 0 ആണ് നമ്മളിപ്പോൾ സിഗ്നലിനെ കടത്തി വിട്ടിട്ട് വൈ ഓഫ് 0 കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വൈ ഓഫ് 0 എന്നുള്ള വാല്യൂ -∞ മുതൽ 0 വരെയുള്ള എല്ലാ വാല്യൂസിനെയും ഡിപ്പെൻഡ് ചെയ്യും ഈ ഇൻപുട്ട് സിഗ്നലിൻ്റെ. പക്ഷേ ഫ്യൂച്ചർ ഇൻപുട്സിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് നോൺ ആൻറ്റിസിപ്പേറ്ററി ആണെന്ന് പറയും. അതായത് ഫ്യൂച്ചർ വാല്യൂസിന് ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂസ് ഇതിന് ആവശ്യമില്ല. പക്ഷെ പാസ്റ്റ് വാല്യൂസ് എല്ലാം മേ ബി ഡിപ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ മാത്രം ഉള്ള വാല്യൂ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിലും അത് കോസൽ സിസ്റ്റമാണ്. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ദി ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട് ആൻഡ് ദി ഇൻപുട്ട് ബിഫോർ ഇറ്റ് ബട്ട് നോട്ട് ദ ഫ്യൂച്ചർ. അത് മാത്രമേ ആ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നുള്ളൂ. ഫ്യൂച്ചറിലുള്ള വാല്യൂസിനെ ഇത് പ്രെഡിക്റ്റോ അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റോ ചെയ്യില്ല. അതേസമയം ഒരു നോൺ കോസൽ സിസ്റ്റം ആണെങ്കിൽ ഫ്യൂച്ചറിലുള്ള വാല്യൂസിനെ അത് യൂസ് ചെയ്യും. ഇപ്പോൾ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് 3 എന്നാണെങ്കിൽ അത് 3 സെക്കൻഡ് മുമ്പിലുള്ള ഫ്യൂച്ചറിലുള്ള വാല്യൂ യൂസ് ചെയ്യും. ഇപ്പോൾ വൈ ഓഫ് 0 നോക്കണമെങ്കിൽ അത് എക്സ് ഓഫ് 3 ആണ്. അപ്പോൾ ഈ 0 ടൈം 0 ആകുമ്പോൾ 3 സെക്കൻഡ് ഫ്യൂച്ചറിലുള്ള ഇൻപുട്ട് സിഗ്നലിൻ്റെ വാല്യൂ ആയിരിക്കും 0 സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ അത് ആൻറ്റിസിപ്പേറ്ററി ആണ്. അപ്പോൾ അതാണ് കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റംസ്. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റംസ് ആണ്. ഒരു സിസ്റ്റം ലീനിയർ ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു കണ്ടീഷനുണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്താൽ ആ സിസ്റ്റം ലീനിയർ ആണ്, അല്ലെങ്കിൽ ലീനിയർ അല്ല. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇപ്പോൾ x1 ഓഫ് ടി എന്നുള്ളൊരു സിഗ്നലിനെ ഞാനൊരു എ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ കടത്തി വിട്ടിട്ട് എനിക്ക് y1 ഓഫ് ടി കിട്ടി. അതേ സിസ്റ്റത്തിൽ തന്നെ ഞാൻ വേറെ x2 ഓഫ് ടി എന്ന് പറയുന്ന വേറൊരു സിഗ്നലിനെ കടത്തി വിട്ടു. അപ്പോൾ എനിക്ക് y2 ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടി. സോ we say that the system A is linear if it satisfies this certain condition. നമ്മൾ a1 into x1 of t plus a2 into x2 of t എന്നുള്ളൊരു സിഗ്നലിനെ ഈ സിസ്റ്റത്തിലൂടെ കടത്തി വിട്ടു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് a1 into y1 of t plus a2 into y2 of t എന്നാണെങ്കിൽ ഈ സിസ്റ്റം ലീനിയർ ആണ്. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മളൊരു സിസ്റ്റത്തിനെ ലീനിയർ എന്ന് വിളിക്കും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഒരു സിസ്റ്റം നോൺ ലീനിയർ ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ സിസ്റ്റം ലീനിയർ ആണ്, അല്ലെങ്കിൽ ലീനിയർ അല്ല. ഇനി ടൈം ഇൻവേരിയൻ്റ് ആൻഡ് ടൈം വേരിയൻസ്. അപ്പോൾ ടൈം ഇൻവേരിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിസ്റ്റം ടൈം ഇൻവേരിയൻ്റ് ആണോ അതോ ടൈം വേരിയൻ്റ് ആണോ? ഇൻവേരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ടൈം ഷിഫ്റ്റ് ചെയ്താലും ഔട്ട്പുട്ടിൽ ഒരു ചേഞ്ചും വരില്ല. ഔട്ട്പുട്ട് അതുപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള അത്രയും തന്നെ ആ ത്രെഷോൾഡ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ആ ഔട്ട്പുട്ട് തന്നെ കിട്ടും. അതായത് ഇപ്പോൾ എക്സ് ഓഫ് ടി നമ്മൾ സിസ്റ്റത്തിൽ കൊടുത്താൽ വൈ ഓഫ് ടി കിട്ടും എന്ന് വിചാരിക്കാം. എക്സ് ഓഫ് ടി മൈനസ് ടോ കൊടുത്താൽ സിസ്റ്റത്തിൽ കൊടുത്താൽ അതേ സിഗ്നൽ തന്നെ അതേ സെയിം എമൗണ്ടിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള സിഗ്നലാണ് കിട്ടുന്നതെങ്കിൽ ദെൻ ദ സിസ്റ്റം ഇസ് ടൈം ഇൻവേരിയൻറ്റ്. ടൈം വേരി ചെയ്യുന്ന അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻപുട്ടിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തി, ഒരു 2 യൂണിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്ന സിഗ്നൽ ആദ്യം എന്താണോ ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അതേ സിഗ്നൽ തന്നെ നമ്മൾ ഇൻപുട്ടിൽ ഷിഫ്റ്റ് ചെയ്തതുപോലെ തന്നെ 2 യൂണിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നതെങ്കിൽ ദ സിസ്റ്റം ഇസ് ടൈം ഇൻവേരിയൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കൊടുത്തു.
ഒരു സിസ്റ്റത്തിലേക്ക്. എന്നിട്ട് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു റാം ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇതേ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ തന്നെ ഒരു 2 യൂണിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് സിസ്റ്റത്തിലേക്ക് കൊടുത്തു. അപ്പോൾ എനിക്ക് അതേ റാം ഫംഗ്ഷൻ തന്നെ 2 യൂണിറ്റ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ എത്ര എമൗണ്ട് ആണോ ഷിഫ്റ്റ് ചെയ്തത് അത്രയും എമൗണ്ട് തന്നെ ഇവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് അതേ ഫംഗ്ഷൻ കിട്ടുവാണെങ്കിൽ ഇത് സിസ്റ്റം ഇസ് ടൈം ഇൻവേരിയൻറ്റ്. അല്ല എനിക്ക് ഈ ഫംഗ്ഷൻ കൊടുത്താലും സാധാരണ റാം ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഇത് സിസ്റ്റം ഇസ് ടൈം വേരിയൻറ്റ്. ഇനി സ്റ്റെബിലിറ്റി വെച്ചിട്ട് സിസ്റ്റങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബിബോ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ ബിബോ എന്ന് പറയുന്ന വാക്ക്? ബിബോ എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് എന്നാണ്. നമ്മൾ ഇൻപുട്ട് ഒരു റേഞ്ചിനകത്ത് ഫിക്സ് ചെയ്താൽ ഔട്ട്പുട്ടും ഒരു സർട്ടൺ റേഞ്ചിനകത്ത് ഫിക്സ്ഡ് ആവണം. അല്ല ഔട്ട്പുട്ട് ഫിക്സ്ഡ് അല്ല എങ്കിൽ ഔട്ട്പുട്ട് ബൗണ്ടഡ് അല്ല. അപ്പോൾ ആ സിസ്റ്റം ബിബോ സ്റ്റേബിൾ അല്ല. അപ്പോൾ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണോ ഇല്ലയോ എന്ന് പറയാൻ ഞാൻ കുറച്ച് പ്രാക്ടിക്കലായിട്ടൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഒരു പെൻഡുലം ഉണ്ടെന്ന് വിചാരിക്കുക, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഞാൻ ഈ പെൻഡുലത്തിന് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് വിടുവാണ്. അപ്പോൾ ഇതാണ് ആദ്യം അത് ഇരുന്ന പോയിന്റ്. ഞാനത് കുറച്ച് ലെഫ്റ്റിലേക്ക് വലിച്ചിട്ട് അതിനെ വിട്ടു. അപ്പോൾ ഈ പെൻഡുലം സ്വിങ് ചെയ്യില്ലേ? ഈ ഒരു സസ്പെൻഡഡ് പോയിന്റിൽ നിന്ന് നമ്മൾ എത്രയാണോ ഡിസ്റ്റൻസ് വലിച്ചത്, ഇപ്പോൾ എക്സ് ഡിഗ്രി നമ്മൾ റൈറ്റിലോട്ട് വലിച്ചാൽ അത് മാക്സിമം റൈറ്റിലോട്ട് എത്ര ഷിഫ്റ്റ് ചെയ്യും? അതേ എക്സ് ഡിഗ്രി തന്നെ പോകും. അത് കഴിഞ്ഞിട്ട് ഓസിലേറ്റ് ചെയ്ത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ മാക്സിമം വലിക്കുന്ന ഡിസ്റ്റൻസിന് പുറത്തേക്ക് പോവില്ല, ഇതിനകത്ത് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ എയറുമായിട്ട് ഫ്രിക്ഷനൊക്കെ ആയിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. കുറച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ആയിരിക്കാം, ഇവിടെ എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ അവസാനം അത് നിൽക്കും, ഇങ്ങനെ ആടി നിൽക്കും. ഞാൻ ഇപ്പോൾ ഇത് ഇവിടെ പറയാൻ കാരണം എന്താ? ഈ ഒരു സിസ്റ്റം ഇതൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുക. ഈ പെൻഡുലം വലിച്ചു വിടുന്നത് ഇതൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്താൽ ഇതൊരു സ്റ്റേബിൾ സിസ്റ്റമാണ്. കാരണം ഇതിൻ്റെ ഇൻപുട്ട് ബൗണ്ടഡ് ആകുമ്പോൾ ഔട്ട്പുട്ടും ബൗണ്ടഡ് ആണ്. അപ്പോൾ ഈ സിസ്റ്റം ബിബോ സ്റ്റേബിൾ ആണ്. ഇൻപുട്ട് ബൗണ്ടഡ് ആവുക എന്ന് വെച്ചാൽ ഞാൻ ഈ വലിച്ചു വിടുന്നുണ്ടല്ലോ, ഈ ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിളിലേക്ക് ഞാൻ ഈ ഇൻപുട്ടിനെ ബൗണ്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത് പോകുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ്. അതും ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിന് അകത്തേ നിൽക്കുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഡിക്രീസസ്. അപ്പോൾ ഞാൻ ഇൻപുട്ട് ബൗണ്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടും ബൗണ്ടഡ് ആവുന്നു. അപ്പോൾ ഈ സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഇനി ഇതേ കേസ് തന്നെ ഒരു സ്റ്റിക്കിൽ ഒരു ബോൾ വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. ഇതൊരു സ്റ്റിക്കാണ്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ വെച്ചാൽ അത് നിന്നോളും. ഇനി ഞാൻ ഈ സ്റ്റിക്കാണ് ഈ പെൻഡുലം പോലെ സൈഡിലോട്ട് വലിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു കോലിൽ ഇവിടെ ഒരു സ്ക്രൂ വെച്ചിട്ട് ഇത് ഫിക്സ് ചെയ്തേക്കുക. അപ്പോൾ ഇതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ ഈ സ്റ്റിക്കിന് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് വലിച്ചു. അപ്പോൾ എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. ഒരു തീറ്റ ആംഗിൾ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് ടിൽറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഇൻപുട്ട് ബൗണ്ടഡ് ആണ് അല്ലേ? പക്ഷെ ഞാൻ അതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സ്റ്റിക്ക് എന്നുള്ളത് താഴെ വീഴും. അത് ഓസിലേറ്റ് ചെയ്യുമോ? ഇല്ല. ഇത് വളരെ ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾ അല്ലേ? ഒരു കോലിൽ ഒരു ബോൾ വെച്ചിട്ടുണ്ട്, അത് ഞാൻ സൈഡിലേക്ക് കുറച്ച് വലിച്ചു എന്നിട്ട് വിട്ടു. അപ്പോൾ അത് നിലത്ത് വീഴും, അത് കടന്ന് ഓസിലേറ്റ് ചെയ്യില്ല. ഇവിടെ ഈ ഔട്ട്പുട്ട് വന്നിട്ട് ബൗണ്ടഡ് അല്ല. അപ്പോൾ ഈ സിസ്റ്റം സ്റ്റേബിൾ അല്ല. ഒരു പെൻഡുലം കെട്ടി തൂക്കിയിട്ടാൽ അത് സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാം. നമ്മൾ എങ്ങനെ വലിച്ചു വിട്ടാലും തിരിച്ച് ലാസ്റ്റ് അവിടെ തന്നെ വരും. പക്ഷെ ഒരു ബോൾ ഒരു കോലിൽ കുത്തി നിർത്തുവാണെങ്കിൽ ആ സിസ്റ്റം സ്റ്റേബിൾ ആണോ? നമുക്ക് ഈ ഒരു ബോൾ കോലിൽ കുത്തി നിർത്താന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അൺസ്റ്റേബിൾ എന്നുള്ളൊരു ഫീലിംഗ് അല്ലേ വരുന്നത്. ഇതാണ് ബേസിക്കലി സ്റ്റേബിൾ സിസ്റ്റവും അൺസ്റ്റേബിൾ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. ഇതിപ്പോൾ ഞാനൊരു ഫിസിക്കൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ തന്നാൽ അതിൻ്റെ ഇൻപുട്ട് വേരി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പോൾ നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് വേരി ചെയ്യുന്നത് ഈ നമ്പർ മുതൽ ഈ നമ്പർ വരെയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 0നും 1നും ഇടയ്ക്ക് മാത്രമാണ്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് ബൗണ്ടഡ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് റാം ഫംഗ്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ റാം ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് ബൗണ്ടഡ് അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഈ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും, എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്. ഇനി നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം എന്തൊക്കെ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ
സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സിസ്റ്റംസ് പറഞ്ഞു. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലുള്ള ഇൻപുട്ടിൻ്റെ വാല്യൂ മാത്രമേ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് പറഞ്ഞത് കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റമാണ്. കോസൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലുള്ള വാല്യൂവും അതിന് മുമ്പുള്ള പോയിന്റ്സിലുള്ള വാല്യൂസും യൂസ് ചെയ്യും ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ. തേർഡ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് ലീനിയർ സിസ്റ്റമാണ്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് വിൽ ക്രിയേറ്റ് ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഔട്ട്പുട്ട്സ്. ഇപ്പോൾ AX1 + BX2 എന്ന് പറയുന്നത് AY1 + BY2 എന്ന് പറയുന്ന അതേ ഔട്ട്പുട്ട് സിഗ്നൽ ക്രിയേറ്റ് ചെയ്യും. അതാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ. അത് കഴിഞ്ഞാൽ ടൈം ഇൻവേരിയൻറ്റ് പറഞ്ഞു. ടൈം ഇൻവേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ടൈം ഇൻവേരിയൻറ്റ് ആണെങ്കിൽ ഇൻപുട്ടിലുള്ള സിഗ്നലിന് ഒരു ടൈം ഷിഫ്റ്റ് ഉണ്ടായാലും അത് ഔട്ട്പുട്ടിലുള്ള സിഗ്നലിനെ അതേപോലെ തന്നെ എഫക്റ്റ് ചെയ്യുള്ളൂ. വേറെ ഈ ടൈം ഷിഫ്റ്റ് അതിനെ അല്ലാതെ ബാധിക്കില്ല. ലാസ്റ്റ് നമ്മൾ ബിബോ സ്റ്റെബിലിറ്റി പറഞ്ഞു. ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സ്റ്റെബിലിറ്റി. ഇൻപുട്ട് ബൗണ്ടഡ് ആണെങ്കിൽ ഇൻപുട്ട് ബൗണ്ടഡ് ആകുമ്പോൾ ഔട്ട്പുട്ടും ബൗണ്ടഡ് ആണെങ്കിൽ അത് ബിബോ സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണ്. നമ്മൾ പെൻഡുലത്തിൻ്റെയും മറ്റേ സ്റ്റിക്കിൽ ബോൾ വെച്ചിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെയും എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു. ഇത്രയാണ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ്. ഈ സിസ്റ്റത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക, ഇപ്പോൾ ഒരു x of t എന്ന് പറയുന്ന സിഗ്നൽ വന്നിട്ട് ഈസ് ദിസ് കോസൽ, ഈസ് ദിസ് ലീനിയർ, അല്ലെങ്കിൽ ഈസ് ദിസ് ടൈം ഇൻവേരിയൻറ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈസ് ദിസ് മെമ്മറി ലെസ്, അങ്ങനെയൊക്കെ ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടീസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ആ സിഗ്നൽ അങ്ങനെയാണോ എന്ന് നോക്കുക. ഇപ്പോൾ ലീനിയർ ആണോന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ട് ഇൻപുട്ട് എടുത്തിട്ട് A1 x1 + A2 x2 ഈക്വൽ ടു അതിൻ്റെ ഔട്ട്പുട്ട് സിഗ്നലാണോ, ഇപ്പോൾ ഔട്ട്പുട്ട് സിഗ്നൽസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണോ വരുന്നതെന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. അങ്ങനെയാണ് ഇതുപോലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് സിസ്റ്റങ്ങളുടെ ക്ലാസിഫിക്കേഷൻ. ഇനി ഫസ്റ്റ് മൊഡ്യൂളിൽ ലാസ്റ്റ് ആയിട്ട് ഒരു ടോപ്പിക് കൂടെയുണ്ട്. അതായത് കണ്ടിന്യൂസ് ടൈം സിസ്റ്റംസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് സിഗ്നലിനെയും ഔട്ട്പുട്ട് സിഗ്നലിനെയും ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു റിലേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ x of t യും ഔട്ട്പുട്ട് സിഗ്നൽ y of t യും ആണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിന് നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം ആ റിലേഷനെ. അതേസമയം ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആണെങ്കിൽ, അതായത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിനെ മാത്രം പ്രോസസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അതിനെ ഒരു ഡിഫറൻസ് ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡിഫറൻസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ അതിലുള്ള വാല്യൂസ്, അതിൽ ഡിഫറൻസസ് ഇൻവോൾവ് ആയിരിക്കും. ആദ്യത്തെ കേസിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അപ്പോൾ ഡിഫറൻഷ്യൽസ് ആണ് വരിക, അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ടേംസ് ആണ് വരിക. ഇവിടെ ഒരു ഡിഫറൻസ് ആണ് വരുന്നത്, y of n - k. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതൊരു റെപ്രസെൻറ്റേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇപ്പോൾ സിസ്റ്റങ്ങളുടെ ഡിഫറൻസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടി പറയാനോ ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ y of t എന്നുള്ള ടേംസ് മാത്രം കോമൺ ആക്കി എടുക്കുക, ഇവിടെ x of t എന്ന് പറയുന്ന ടേംസ് ഒക്കെ കോമൺ ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് y of t യും x of t യും തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടും. എന്നിട്ട് നമുക്ക് അത് ടൈം ഇൻവേരിയൻ്റ് ആണോ അല്ലെങ്കിൽ അത് സ്റ്റേബിൾ ആണോ, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാം. അതുപോലുള്ള ക്വസ്റ്റ്യൻസും എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്.